രണ്ടാമത്തെ ബുക്കാണ് ദ സീക്രട്ട് ഓഫ് മെമ്മറി. ഓർമ്മശക്തിക്ക് ഒരു ബുക്ക് വഴി, അത് ഇംഗ്ലീഷും മലയാളമുണ്ട്. അത് എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചത് ഞാനൊരു അമേരിക്കൻ ജേണൽ വായിച്ചു. അതിൽ മെമ്മറിയുടെ സീക്രട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ബുദ്ധിയാണെന്നാണ്, ബ്രെയിനാണെന്നാണ്. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബ്രെയിനല്ല, മൈൻഡാണ് മെമ്മറിയെ ലീഡ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബുദ്ധി, ബ്രെയിനല്ല മെമ്മറിയെ കൺട്രോൾ ചെയ്യുന്നത്, മൈൻഡാണെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് ആകാംക്ഷയായി, അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള അന്വേഷണമാണ് ആ ബുക്കിൽ എത്തിച്ചേർന്നത്, ദ സീക്രട്ട് ഓഫ് മെമ്മറി എന്നത്. മൈൻഡ് എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ്, അങ്ങനെ ഒരു 14 ചാപ്റ്ററുള്ള ഒരു ബുക്കാണ്. തുടങ്ങുന്നത് ചിന്ത, ഏകാഗ്രത, ധ്യാനം. ഇതാണ് ബുക്ക്. ജീവൻ ബുക്സ് പറഞ്ഞ അച്ഛന്മാരുടെ, കപ്പൂച്ചൻ അച്ഛന്മാരാണ്, അവരുടെ പബ്ലിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം 3-ാം പതിപ്പാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിനെ കുറിച്ച് പറഞ്ഞാൽ, മനസ്സെന്താണെന്ന് ഇന്ത്യൻ ഫിലോസഫിയിൽ പല ചിന്താഗതികളാണ്. ചിലർ പറയുന്നു മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനോട് കൂടിയുള്ളതാണ്, ചിലർ പറയുന്നത് ഹാർട്ടിലാണ്. പക്ഷെ ഏറ്റവും കൺവിൻസിങ് ആയ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടിയത്, ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യോ കാലോ മാത്രമല്ല, ഫുൾ പേഴ്സണാണ് എന്ന് പറയുന്ന പോലെയാണ് മനസ്സും ഫുള്ളായിട്ട് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ആസ്പെക്റ്റാണെന്നാണ് ഏറ്റവും കൺവിൻസിങ് ആയിട്ടൊരു ഡെഫിനേഷൻ കിട്ടിയത്. മനസ്സിനെ മെമ്മറി, ബ്രെയിൻ ഓൺലി നമ്മുടെ ഒരു ടവർ പോലെ വർക്ക് ചെയ്യുന്നു എന്നാണ്. മനസ്സിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ബ്രെയിൻ ഒരു ടവറായിട്ട് വർക്ക് ചെയ്യുന്ന ആസ്പെക്റ്റാണ് ബ്രെയിൻ. ബ്രെയിന് നോർമലായിട്ടുള്ള എല്ലാവരുടെയും ബ്രെയിൻ കപ്പാസിറ്റി, മെമ്മറി സെൽസ് ബ്രെയിനിൽ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. 2 + 20 0 ഇട്ടാൽ എത്ര നമ്പറാണോ, അത് നമ്പർ പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ 1900 എന്നൊക്കെ പറയുന്ന പോലെ 2 + 20 0 ഇട്ട് കഴിഞ്ഞാൽ എത്രയാണോ സംഖ്യ, അത്രയും മെമ്മറി സെൽസ് ഉണ്ടെന്നാണ് ഇന്ത്യൻ ഫിലോസഫി പറയുന്നത്, നമ്മുടെ ഈ ചെറിയ അല്ലെങ്കിൽ വലിയ തലകളിൽ. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് മെമ്മറി വർക്കൗട്ട് ചെയ്യാത്തത്? നമുക്ക് മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണെന്നാണ്. ഐൻസ്റ്റൈൻ ഉപയോഗിച്ചത് 12.5% ആണ്. ഈസ് കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് ജീനിയസ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ബ്രെയിൻ സെൽസ് ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ സെൽസിനെ പ്രവർത്തിപ്പിച്ചിട്ടുള്ളതെന്നാണ്. അദ്ദേഹം ഉപയോഗിച്ചത് 12.5% ആണ്. എന്തുകൊണ്ട് നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം, നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല. ഇതിന് മാത്രം മെമ്മറി സെൽസ് നമ്മളിലുണ്ട്. അത് ഇരുമ്പ് പോലെയാണെന്നാണ് പറയുന്നത് മെമ്മറി സെൽസ്. ഉപയോഗിക്കാതിരുന്നാൽ തുറപ്പിച്ച് നശിച്ചു പോകും. അതിനെ ആക്ടിവേറ്റ് ചെയ്താലേ മെമ്മറി സെൽസ് പ്രവർത്തിക്കത്തുള്ളൂ എന്നാണ്. ഓരോരുത്തരിലും ആക്ടിവേഷൻ ഒത്തിരി പല രീതിയിലാണ്. സ്പിരിച്വൽ ബുദ്ധിയുള്ളവരുണ്ട്, ഇമോഷണൽ ബുദ്ധിയുള്ളവരുണ്ട്, ഫിസിക്കൽ ബുദ്ധിയുള്ളവരുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ ബുദ്ധിയുള്ള കുട്ടികളെ നമ്മൾ എത്ര ഹയർ എഡ്യൂക്കേഷൻ ശ്രമിച്ചാലും അവർക്ക് സ്പോർട്സിലൊക്കെ ആയിരിക്കും താല്പര്യം. ഓരോ ബുദ്ധിക്കനുസരിച്ചാണ് പിള്ളേരുടെ താല്പര്യങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. എഡ്യൂക്കേഷനിൽ അങ്ങനെ ഒരു ബ്രെയിനിന്റെ പവറിനനുസരിച്ച് ഫിസിക്കും ഡെവലപ്പ് ചെയ്യുമോ? ഫിസിക്ക് അതിനനുസരിച്ച് ഹാർട്ടില് സ്പാഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഉള്ളതിലാണ് ഈ ആർട്ട് സംബന്ധമായിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ബ്രെയിൻ ആ ലെവലില് ഓരോ ഏരിയാസ് എനിക്കിപ്പം പഠിക്കാൻ കഴിയുന്നില്ല, ഞാനത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല. സാധിക്കും, അത് സാധിക്കും, ട്രെയിനിങ് കൊണ്ട് സാധിക്കും. അത് നമ്മൾ എക്സ്ട്രാ എഫർട്ട് എടുക്കണം ബ്രെയിൻ സെൽസ് പ്രവർത്തനങ്ങൾ. കാരണം ബ്രെയിൻ സെൽസ് നമ്മളിലുണ്ടല്ല, അത് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് ടൈം കൂടുതലാണ്. പക്ഷെ നമ്മൾ ജന്മസിദ്ധമായിട്ട് ഏതെങ്കിലും ഒരു ബുദ്ധി നമ്മളിൽ ആക്റ്റീവാണ് ഓരോ കുട്ടിയിലും. എങ്ങനെയാണ് നമ്മളൊക്കെ ഇൻട്രസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്.
ഇപ്പോൾ സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവന് സ്പാഷ്യൽ ഇൻ്റലിജൻസ് ആണ് കൂടുതൽ. അപ്പോൾ ആർട്ടിനോട് കൂടുതലാണെങ്കിൽ അവന് സ്പാഷ്യൽ ഇൻ്റലിജൻസ് ആണ് ആർട്ടിനോട്. ഫിസിക്കൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ അവന് സ്പോർട്സിനോടായിരിക്കും. അങ്ങനെ ഓരോന്നും 8 ടൈപ്പ് പുതിയ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ, പക്ഷേ ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ ഇല്ല. ജനറലായിട്ട് പഠിപ്പിച്ചു വിടുക എന്നുള്ളത് ഇന്റലിജൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൊരു വിദ്യാഭ്യാസം ഇല്ല, മെത്തേഡില്ല. അതൊക്കെ എന്ന് വരുമെന്ന് അറിഞ്ഞൂടാ. എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പായി അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി ഡെവലപ്പായി വന്നെങ്കിൽ അതൊക്കെ നടക്കുന്നത്. അങ്ങനെ പിന്നെ മനസ്സിന്റെ സൂപ്പർ പവറാണ് മൈൻഡ് എന്ന് പറയുന്നത്. മൈൻഡ് സോഫ്റ്റ് സ്പോക്കൺ വേർഡ്സ് മനസ്സിൽ ഇടയ്ക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കാനുള്ള കുട്ടികളോട് നിങ്ങൾ യു ഹാവ് ടു സ്റ്റഡി എന്ന് മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചിരിക്കുന്നതാണ്. മനസ്സ് എപ്പോഴും കമാൻഡ് ഇഷ്ടപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് സാറേ ഈ പല കുട്ടികൾക്കും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നതായിട്ടുണ്ടല്ലോ? പക്ഷെ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ 2 തവണ വായിച്ചാൽ അത് വളരെ മടക്കി ഇത് വളരെ വ്യത്യസ്തമാകുന്നുണ്ട്. ചിലർക്ക് ഈ പറയുന്ന ബ്രെയിൻ പവർ എല്ലാവർക്കും തുല്യമാണെങ്കിൽ പറയുന്ന പോലെ പല ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും, ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ബ്രെയിൻ പവർ തുല്യമാണെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രാവശ്യം വായിക്കുന്നു 10 പ്രാവശ്യം വായിച്ചിട്ടും ഒന്ന് മനസ്സിലാകുന്ന കുട്ടികൾ ഉണ്ടാകുന്നു? അത് ഹൗ വി അണ്ടർസ്റ്റാൻഡ് തിങ്സ്, ലൈക്ക് ടേക്ക് തിങ്സ് എന്നുള്ളതിനനുസരിച്ചാണ്. ഞാനിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ 30 പിള്ളേരല്ലേ 40 പിള്ളേരിരിക്കുന്നതിൻ്റെ അകത്ത് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് 40 പേര് 40 തരത്തിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ ഈക്വൽ ബ്രെയിൻ ആണെങ്കിൽ അവരെ അത് ഒരുപോലെ മനസ്സിലാക്കി. അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഡിഫറെൻ്റാണ്. ബ്രെയിൻ കപ്പാസിറ്റി ഒരുപോലെ ഉള്ളൂ. എവിടെയാണ് ആ ഡിഫറൻഷിയേറ്റ് ഉണ്ടാകുന്നത്? ഈ ബ്രെയിൻ കപ്പാസിറ്റി ഈക്വലാണെന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് ആ ഒരു മിസ്സിങ് ഉണ്ടാകുന്നത്? മിസ്സിങ് നമ്മൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹൗ മച്ച് ഇൻട്രസ്റ്റ് കോൺസെൻട്രേറ്റഡ് വി ആർ ടു ലേണിംഗ്. ഈവൻ ദോ കോൺസെൻട്രേറ്റഡ്, ബട്ട് ചില എല്ലാ പിള്ളേർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് കേൾക്കുന്ന നിമിഷം തന്നെ റിപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആഫ്റ്റർ 5 minutes അവരുടെ അത് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ പല ടൈപ്പ് കുട്ടികളാണ്. ചിലർ ഐ മൈൻഡഡ്, ചിലർ ഇയർ മൈൻഡഡ്, ചിലർ വിഷ്വൽ മൈൻഡഡ്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ടീച്ചർ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വോക്കൽ ഇയർ മൈൻഡഡ് ആയിട്ട് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും അത് അക്സെപ്റ്റഡ് ആകണമെന്നില്ല. അതാണ് ഈ വേരിയേഷൻ വരുന്നത്. ഇപ്പൊ വിഷ്വൽ മൈൻഡഡ് ആയിട്ടുള്ള തരത്തിന് ഒരു പ്രൊജക്ടറിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യും. അവനോട് എത്ര പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലായില്ല. അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലംസ് വരുന്നുണ്ട് കുട്ടികൾക്ക്. ചിലർക്ക് ഇയർ മൈൻഡഡ്, ഐ മൈൻഡഡ് ആണ്. അവർക്ക് കണ്ടാൽ മതി. അപ്പൊ അവര് പുസ്തകം എടുത്ത് വെക്കണം. അപ്പൊ ടീച്ചർ പഠിപ്പിക്കും, ടീച്ചർ പുസ്തകം എടുക്കാൻ സമ്മതിക്കാതെ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവന് പറ്റത്തില്ല. അങ്ങനെ പല മൈൻഡഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചും ഫോക്കസ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ലേണിംഗ് ടെക്നിക്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. കുറേ ടെക്നിക്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോപ്പിക് വരുമ്പോ സമയമൊക്കെ വരും. മെമ്മറി ഈസി ആയിട്ടുള്ള ടെക്നിക്സ് പറയാം. ഇപ്പൊ പഠിക്കാൻ ഇച്ചിരി വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ അവരെ കണ്ട് അവർ വേറൊരാളെ പഠിപ്പിക്കും. കാരണം നമ്മളൊരു കാര്യം ബാക്കിയുള്ളവരോട് പറയണമെങ്കിൽ വി ഷുഡ് ബി തറോലി ദാറ്റ്. ഞാൻ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ പുസ്തകം എഴുതി അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പഠിപ്പിക്കാൻ എന്നപ്പോഴത്തേക്ക് എനിക്ക് ഗ്രാമർ അത്ര വശയില്ല. കാര്യം ഇംഗ്ലീഷ് MA ആണെങ്കിലും BEd ആണെങ്കിലും ഗ്രാമർ പഠിപ്പിക്കണമെങ്കിൽ അത്ര ഈസിയല്ല. ഇപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു സൊല്യൂഷൻ വേണം. പിള്ളേർ സംശയം ചോദിക്കുമ്പോൾ എനിക്ക് ബുക്ക് എടുത്ത് നോക്കണം സംശയം തീർക്കണമെങ്കിൽ. അത് പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ബുക്ക് എഴുതി. അതായിരുന്നു ഗ്രാമർ
കം വർക്ക് ബുക്ക് എന്ന് പറഞ്ഞ് 12th വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് +2 തുടങ്ങിയ സമയമാണ്. അന്ന് ബുക്കൊന്നുമില്ല. +2 പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റ് ഉണ്ട്. എൻ്റെ ബുക്കാണ് ഏറ്റവും ആദ്യത്തെ. അന്ന് എൻ്റെ കയ്യിൽ പൈസ കുറവായതുകൊണ്ട് ആ 3 ജില്ലകളിൽ മാത്രമേ അത് സർക്കുലേറ്റ് ചെയ്തുള്ളൂ. 50,000 കോപ്പീസ് കിട്ടും. അത്ര പുസ്തകങ്ങൾ കിട്ടുകയാണ്. അപ്പം അത് എഴുതാൻ വേണ്ടി എനിക്കൊരു 10-60 ബുക്കുകൾ FTUട്ടിൻ്റെ ബുക്ക് മുതൽ റെഫർ ചെയ്തോ അത് തറവായിട്ട് പഠിച്ചിട്ടാണ് അത് എഴുതുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഗ്രാമർ തന്നെ പുസ്തകമില്ല അത് എനിക്ക് പഠിപ്പിക്കാം. ഇത് പറഞ്ഞത് ശരിയാ. പഠിക്കാനായിട്ട് പഠിപ്പിക്കുക അത് വലിയൊരു ഇതാണ്. പിന്നെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ സ്റ്റോറി മെത്തേഡിലേക്ക് മാറ്റും. ഇപ്പോൾ വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ളത് പിള്ളേർക്ക് മനസ്സിലാകുന്ന രീതിയിലൊരു സ്റ്റോറി പോലെ ക്രിയേറ്റ് ചെയ്യും. അത് പഠിക്കാനുള്ള മാറ്റം അപ്പോൾ അവരുടെ ഓർമ്മയില്ല. അപ്പോൾ ആ ഇൻ്റലിജൻസ് മനസ്സിലാക്കണം. കുട്ടികളിൽ ഏത് ടൈപ്പ് ഇൻ്റലിജൻസ് ആണെന്ന് മനസ്സിലാക്കിയാൽ ഇപ്പോൾ സ്റ്റോറി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ആ രീതിയിൽ പഠിപ്പിച്ചെടുക്കുക. പിന്നെ മാത്തമാറ്റിക്കൽ മെത്തേഡ് നമ്പറിലൂടെ ഈ ഓരോ ടേംസും മാത്തമാറ്റിക്കൽ മൈൻഡ് ഉള്ളവരിലാണെങ്കിൽ നമ്പറിലൂടെ അത് പിന്നെ ചിലർ പറയുന്നേക്കാം വെളുപ്പിനെ എഴുന്നേറ്റ് വായിച്ചാല് എല്ലാം മനസ്സിലാകും. പക്ഷെ ചിലർ നേരെ തിരിച്ചാണ് രാത്രിയിൽ പഠിച്ചാല് മനസ്സിലാവും. അതൊക്കെ ഓരോ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പാട്ട് കേട്ട് പഠിക്കുന്നതാണ്. ഹെഡ്ഫോൺ വെച്ചിട്ട് പാട്ടെടുക്കും. എന്നിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ പിള്ളേരോട് പറയുമ്പോഴത്തേക്കും പിള്ളേർ പറയുന്നത് പേരൻസ് ഒരിക്കലും അനുവദിക്കത്തില്ലെന്നാണ്. കോൺസെൻട്രേഷൻ ആയിട്ടാണ് പാട്ട് അവിടെ നടക്കുന്നത്. വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമ്മളെ പാട്ട് മാറ്റിക്കളയുന്നത് സാധാരണ രീതിയിൽ പറ്റില്ല. പിള്ളേരോട് പറയുമ്പോൾ പേരൻസ് ഒരിക്കലും അത് അനുവദിക്കത്തില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ താല്പര്യമുള്ള പിള്ളേരുണ്ട്. പക്ഷെ പേരൻസ് അനുവദിക്കുന്നില്ല എന്നാണ്. പക്ഷെ അത് ഒരു റിസ്ക് ഉണ്ട്. അതിൽ ഒരു ഇനീഷ്യലി ഒരു കൊടുക്കണം. അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അത് നല്ല രീതി. കുട്ടികൾ പാട്ട് കേട്ടിട്ടുണ്ടാവും. അത് അനലൈസ് ചെയ്ത് ലക്ഷ്യബോധമുള്ള കുട്ടികളിൽ അങ്ങനെ അത് കുഴപ്പമില്ല. നേരെ മറിച്ച് ടൈം പാസ് ചെയ്യാനായിട്ട് സാധനം കയറ്റി വെച്ച് കഴിഞ്ഞാൽ വഴി നടക്കില്ല. ലക്ഷ്യമുള്ള കുട്ടികളിലാണെങ്കിൽ നമ്മളൊന്നും പറയേണ്ട. അവർ പാട്ട് കേട്ടാലും പഠിക്കില്ല. കുട്ടികളിൽ ലക്ഷ്യബോധമുള്ളവരാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. അത് ഒരു ആസ്പെക്റ്റാണ്. കുറെ ഈ ലക്ഷ്യബോധം വരുന്നത് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ്. ഇനീഷ്യലി ബൈ കോഴ്സ് പഠിപ്പിക്കണം. പിന്നെ സ്റ്റേജ് കുട്ടികളൊക്കെ അതൊരു ക്ലാസ് 8-9 വരെ ആ രീതിയിൽ അത്രയും വരെ നമുക്ക് അവരെ തന്നെ ഈ കുഞ്ഞു ക്ലാസ്സിൽ ലക്ഷ്യബോധം എന്നതിലുപരി ഞാൻ കാണുന്നത് ടീച്ചർ വഴക്ക് പറയും. അല്ലെങ്കിൽ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമാണ്, നാണക്കേടാണ്, ആ ഒരു ഫീലിംഗ്. അപ്പൊ ആ ഒരു ഫീലിംഗ് ഇല്ലാതായി കഴിയുമ്പോഴാണ് 8-9 വരുമ്പോൾ വലിയ ഉഴപ്പിന്റെ മനോഭാവത്തിന് ഇനിയിപ്പം 40-ല് 30 മാർക്ക് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, മറ്റേ പോലെ 1 മാർക്ക് പോയാൽ പ്രശ്നമാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് എല്ലാം മാറി കഴിയുമ്പോഴത്തേനുമാണ് പിന്നെ 8-9 വരുമ്പോഴത്തേനും അവന്മാർ വലിയ ഉഴപ്പിന്റെ വഴിയിലോട്ട് പോകുന്നത്. പക്ഷെ ആ സമയത്ത് ഈ ലക്ഷ്യബോധം എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ടത്, കുട്ടികൾക്ക് വേണ്ടത്. അത് ചെറുപ്പം പോലെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരണം ലക്ഷ്യബോധത്തിലേക്ക് വരണമെങ്കിൽ. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് മനസ്സിനെ ട്രെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. അതെ, മനസ്സ് പല തലങ്ങളിലുണ്ട്. ഇതിപ്പോ തന്നെ എക്സാം എടുക്കുമ്പോഴത്തേനും നമുക്കറിയാം എന്തുമാത്രം പിള്ളേര് കരച്ചിലും ടെൻഷനുമായിട്ട് ഡിപ്രഷനായി പഠിക്കുന്നുണ്ട്, പക്ഷെ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ സാഹചര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു പ്രഷർ ഭയങ്കരമായിട്ട് അവരുടെ മേലിൽ മൗണ്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും വിഷയങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത വിഷയങ്ങൾ അല്ലേ? ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ അടിച്ചു കയറ്റി കൊടുക്കുന്നതാണ്. എങ്കിൽ തന്നെയും പിള്ളേർക്ക് അത് പലപ്പോഴും പ്രശ്നം താങ്ങാൻ പറ്റാതെ വരുന്നുണ്ട്. ചില ആളുകൾക്ക് ഇപ്പോൾ വളരെ കുറച്ചായിരിക്കും, പൊതുവെ ഒരാൾക്ക് ഒരു എക്സ്പെർട്ടൈസ് തന്നെ ഉണ്ടാവുള്ളൂ, 1-2 ഒക്കെ. മൾട്ടി എക്സ്പെർട്ടായിട്ട് വരുന്ന ആളുകൾ കുറവാണ്. അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ. അപ്പൊ ആ രീതിയിൽ എങ്ങനെയാ വരുന്നത് പറയാൻ പറ്റും? അതെന്താ അങ്ങനെ? ഇപ്പൊ നമ്മള് ഡാവിഞ്ചിയുടെ ഒരു സ്റ്റോറി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ
ആളൊരു ആർട്ടിസ്റ്റ് ആണോ, എഞ്ചിനീയർ ആണോ, ഒരു ഫിലോസഫർ ആണോ, അതല്ലെങ്കിൽ ഒരു ആൾക്ക് അനാട്ടമി നന്നായി അറിയാം, ആൾക്ക് മെഡിക്കൽ സയൻസ് നന്നായിട്ട് അറിയാം, അയാളാണ് ആദ്യമായിട്ട് ഹെലികോപ്റ്റർ ഡിസൈൻ ചെയ്തതെന്ന് പറയുന്നത്. ആളാണ് ചിത്രകാരനാണ് പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷെ അയാളുടെ ബാക്കിയുള്ള ഫീൽഡിലുള്ള കഴിവ് ഇതിനേക്കാൾ കൂടുതലായിരുന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഈ ബ്രെയിനിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും സാർ. അത് ഇൻബോൺ ആയിട്ട് കുറെ എബിലിറ്റീസ് ഇങ്ങനെ കിട്ടുന്നുണ്ട് മനുഷ്യന്. ഇൻബോൺ ടാലൻസ് കുറെ അത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന കുറെ ഫാക്ട്സ് ഉണ്ട്. കുടുംബപരമായിട്ട് വരുന്ന ചില ലോസ് ആക്റ്റീവായിട്ട്, ബ്രെയിൻ ലോസ് ആക്റ്റീവായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ആസ്പെക്ട്സ് ആണ് ഈ മൾട്ടി ടാലന്റിലൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ മ്യൂസിക് സാറൊക്കെ ഉള്ളിൽ ചെറുപ്പം മുതലേ ഇങ്ങനെ കാരണന്മാരെ ഫോഴ്സ് ചെയ്ത് മ്യൂസിക്കിലേക്ക് പ്രൊഫഷണൽ മ്യൂസീഷ്യനാണ്. ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഇങ്ങനെ പാടുന്നത്. ജോസ് സാർ പറയണോ?